പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ ദൈവജന ഭാഗം വായിക്കുന്നു. റോമർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അന്റുപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ശക്തവും വ്യക്തവുമായ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. പൗലോസ് റോമർക്ക് ലേഖനം എഴുതും പറയുന്നത്, നാം ബുദ്ധിയുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയോടെ സമർപ്പിക്കണം. ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന സകല ജനങ്ങളും ഈ പാപലോകത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ക്രിസ്തുവിനെ പോലെയാകുന്നതാണ് നാം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ആമീൻ. ക്രിസ്തുവിനെ പോലെയാകുക, അത് സ്നേഹവും ആത്മാവിന്റെ ഇത്തരം ഫലങ്ങളാലും നാം നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ ലോകത്ത് നിന്ന് വേർപെട്ട് ജീവിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതാണ്. പാപത്തിൽ നിന്നും പാപലോകത്തിൽ നിന്നും വേർപെട്ട ജീവിതമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തിനായി വേർപെടുന്നതും അതിനൊരു മാതൃകയാണ്. നമ്മുടെ സർവ്വ കഴിവുകളും അവസരങ്ങളും, നമ്മുടെ പണവും നമ്മുടെ പ്രതാപവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കഴിവും പാരമ്പര്യവും നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ സ്ഥാനമാനങ്ങൾ പദവികൾ കൊണ്ടോ ഒന്നും നമുക്ക് ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഈ പാപലോകത്ത് നാം വേർപെട്ടേ മതിയാകുള്ളൂ. ഈ പാപലോകത്തിൽ നാം വേർപെടണമെങ്കിൽ പാപത്തിൽ നമ്മെ വേർതിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്, അഥവാ വചനത്തിലൂടെയാണ്. വചനം നിന്റെ ഹൃദയത്തിനകത്ത് ആഴമായി സ്പർശിക്കുമ്പോൾ, നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുമ്പോൾ, നിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന, നിന്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന, നിന്റെ ശരീരത്തെ മലിനമാക്കുന്ന സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും ഹല്ലേലൂയ നിങ്ങൾ വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ്ടും നിന്റെ ശരീരത്തെ മലിനമാക്കി നീ നിത്യ നരകത്തിലേക്ക് പോകാതെ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിന് അരുവരെ തീരാതെ നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവികതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. ഹല്ലേലൂയ. നാം മുന്നമേ വിശുദ്ധരാണ്, നാം ആരും കരുതരുത്. നാം മുന്നമേ എല്ലാവരും അശുദ്ധരാണ്. നാം കർത്താവായ യേശു ക്രിസ്തു വേണ്ടി എപ്പോൾ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നോ, എപ്പോൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നോ, ആ സമയത്താണ് അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നീങ്ങി നാം വിശുദ്ധിയിലേക്ക് വരുന്നത്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ന്യായാധിപനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ അശുദ്ധിയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നിത്യമായ രാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധി നീക്കി ന്യായം വിധിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മിക്കുകയാണ്. അടുത്ത നാം ജീവിക്കുമ്പോൾ നാം നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ കളങ്കമറ്റ ജീവിതത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട്, കളങ്കമറ്റ പാപജീവിതത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണം. അതുകൊണ്ട് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണും, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകത്തിൽ താങ്കൾ ജീവിക്കുമ്പോൾ തന്നെ പാപജടത്തിലും പാപ ശരീരത്തിലും ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ, നിത്യ ദണ്ഡനത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറയണം. മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും ലോകത്തിന്റെ ജഡിക മോഹങ്ങൾ, ജഡിക സുഖങ്ങൾ, ഈ ലോകത്തിന്റെ പാപ വ്യഭിചാര പരസംഗത്തിൽ അകപ്പെട്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, സാത്താന്റെ പടിപ്പുനയായി നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ നിന്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം. ദൈവം നിന്റെ കൂടാരമാകുന്ന ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ തന്ന് നിന്റെ ആത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ശരീരത്തെ ഈ ലോകത്ത് നിന്ന് വേർപെടുത്തി നിന്റെ ദൈവരാജ്യത്തിന്റെ മകനാക്കി ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ സകല പാപസുഖങ്ങൾ വിട്ട് നീ മടങ്ങി വന്നേ മതിയാകുള്ളൂ. ഈ കാണുന്ന ലോകത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് നിത്യമായ സ്വർഗത്തിൽ, നിത്യമായ രാജ്യത്തിലെ സ്വർഗീയ പർദീസിൽ എത്താൻ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. പാപം നിറഞ്ഞ ശരീരത്തിന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ഒരു അശുദ്ധനും ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യം വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നായിരുന്നാലും വചനം കേൾക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിന്റെ പ്രവർത്തികളെ നീ നീക്കിക്കളഞ്ഞിട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. കർത്താവായ യേശുവിന്റെ വചനം പറയുന്നത് 1 യോഹന്നാന്റെ ലേഖനം 1-7 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. അത് ഈ ലോകത്തിൽ പാപത്തിന് ശുദ്ധീകരണം നൽകുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യൻ
മനുഷ്യന്റെ യാതൊരു കഠിന പ്രയത്നം കൊണ്ടോ കഠിന പ്രവൃത്തികൾ കൊണ്ടോ മനുഷ്യന്റെ യാതൊരു അല്ലുയ്യ ചിന്താഗതികൾ കൊണ്ടും മനുഷ്യന്റെ ശരീരത്തിന് പാപപരിഹാരമില്ല. പാപപരിഹാരം നൽകുന്നവൻ യേശു മാത്രം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിതേ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനായ യേശു ആമീൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നുണ്ട്. കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തെ കഴുകി നിങ്ങളുടെ ജീവിതത്തെ മനസ്സിനെ ആത്മാവിനെ കഴുകി പുതുക്കം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പാപലോകത്തിന് കർത്താവ് സകല ജനങ്ങളും വേർപെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനോട് വേർതിരിക്കപ്പെടുവാൻ ജനത്തെ ഒരുക്കണമേ. ഈ ലോകത്തിന് അനുഗ്രഹീത അമ്മിൻ പ്രസാദം പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ഈ സാത്താന്റെ കയ്യിൽ നിന്ന് സാത്താന്റെ പണിപ്പുരയിലേക്ക് ജനം വീണ്ടും പോകാതെ ദൈവത്തിന്റെ ആലയമായി തീരുവാൻ സകല ജനത്തെ ഏൽപ്പിക്കുന്നു. സകല മഹത്വം അങ്ങെടുക്കണമേ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.